ഇത് 3 ദിവസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തൊരു ഷോർട്സിലെ ക്ലിപ്പാട്ടോ. ഇത് ഇന്നത്തെ വീഡിയോ. 3 ദിവസം കൊണ്ട് 3 സെന്റിമീറ്റർ വളർന്നു, 5 സെന്റിമീറ്റർ വളർന്നു എന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഹെയർ ഗ്രോത്ത് ചാലഞ്ച് തുടങ്ങിയതിൻ്റെതായ മാറ്റം ഹെയറിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഉലുവ കൊണ്ടുള്ള പല ഹെയർ പാക്കിൻ്റെ വീഡിയോസ് കാണുമ്പോഴും അവരതിൽ പറയാറുണ്ട് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്കൊരു മാറ്റം കാണാൻ പറ്റുമെന്ന്. സത്യം പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളെ എങ്ങനെ എടുക്കും, എത്ര പേര് വിശ്വസിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഒരു 10 മുടി കൊഴിഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് അതിപ്പോൾ ഒരു 6 എണ്ണമൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് പ്ലേലിസ്റ്റിൽ 3ാമത്തെ വീഡിയോ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ഈ പറയുന്നതിൽ ചെയ്തു നോക്കുന്നവരിൽ 100% പേർക്കും ഇങ്ങനെ തന്നെ ആവണം എന്നില്ല. ചാനലിലുള്ള എല്ലാ വീഡിയോസും തന്നെ ഞാൻ പ്ലേലിസ്റ്റിലാക്കിയാട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല. ആദ്യം നമ്മൾ സെറം ഉണ്ടാക്കി, പിന്നെ ഹെയർ ഗ്രോത്ത് ഓയിൽ ഉണ്ടാക്കി. ഇന്നലെ 3ാമത്തെ ഡേ നമ്മൾ പാക്ക് ഇട്ടു. ഇന്ന് 4ാമത്തെ ഡേ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹെയർ പാക്ക് ഇടത്തില്ല കേട്ടോ. പാക്ക് ഇടുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഹെയർ ഫ്രീ ആക്കി വിടത്തേ ഉള്ളൂ കേട്ടോ. അന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സെറം അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 4 സെറം ആട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഡേ 1 നമ്മൾ സെറം ഉണ്ടാക്കിയത്. അത് കാണാതെ ഒരു പ്ലേലിസ്റ്റിൽ ഡേ 1 വീഡിയോ കാണണം കേട്ടോ. സെറം അപ്ലൈ ചെയ്യുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയും നോർമൽ വാട്ടറിൽ. ഉലുവയൊക്കെ അധികം നേരം വെച്ചാലും കുഴപ്പമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ ഓവർനൈറ്റ് വെക്കുക കേട്ടോ ചെയ്യുന്നത്. രാത്രി തേച്ചിട്ട് കിടക്കും, രാവിലെ ആയിരിക്കും കഴുകുന്നത്. പനിയും ജലദോഷവും ഒന്നും വരത്തില്ല എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർ കുറച്ച് നേരം വല്ലതും വെച്ച് നോക്കി നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വെച്ച് നോക്കിയാൽ മതി. സെറം അപ്ലൈ ചെയ്തിട്ട് സ്കാൽപ്പിൽ ഒരു മസാജ് കൂടെ കൊടുക്കണം കേട്ടോ. നെറ്റിയിലൊക്കെ എനിക്ക് നല്ലപോലെ മുടി കുറവാട്ടോ. ഇപ്പം എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ കെയർ, സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുകളുണ്ടാവും.